ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. നമ്മളുടെ നേപ്പാളിൻ്റെ ഹവേയിൽ നിന്നും കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര തുടങ്ങി അതേ ബസ് യാത്രയിൽ നിന്നും വീണ്ടും സ്വാഗതമുണ്ട് കേട്ടോ. അങ്ങനെ നേരം വെളുത്തു, ഫുള്ള് മൂടൽമഞ്ഞാണ്. നമ്മൾ ഏകദേശം പൊക്രയ്ക്ക് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഉണ്ടല്ലോ, ഈ ഒരു തണുപ്പത്ത് ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഇവിടെ സൈഡിലുള്ള ഹോട്ടലിൽ നിർത്തിയതാണ്. നല്ല തണുപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട്. പൊക്ര കഴിഞ്ഞ് അങ്ങോട്ടേക്കൊക്കെ നല്ല തണുപ്പ് കാലമാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു നമ്മളുടെ ബാക്കിൽ കാണുന്ന വഴിയില്ലേ, ഈ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളുടെ നേപ്പാൾ എപ്പിസോഡ് കണ്ട സമയത്ത് ഞാനും ഫ്രീക്കും കൂടി വന്ന സമയത്ത് ഈ ഒരു വഴിയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസം പിന്നിലായിരിക്കും അത്. ആ ഒരു സമയത്ത് മുഴുവൻ ചെളിക്കുളമായിരുന്ന റോഡ് പണി നടന്നുകൊണ്ടിരുന്ന റോഡാണ്. ഇപ്പം നോക്കിയേ, 4 വരി ടാറിട്ട റോഡ്, അതും ഫുള്ള് ഓടയോ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നേപ്പാളും വികസിക്കുന്നുണ്ട്. അപ്പം ചായയുടെ ബ്രേക്ക് കഴിഞ്ഞു, നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇന്ത്യ നേപ്പാൾ ബോർഡറായിട്ടുള്ള കക്രാബിട്ടയിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ് നമ്മൾ. ഇപ്പോൾ നീണ്ട 15 മണിക്കൂറിന് മേലെയായി ഈ യാത്ര ഈ ഒരു ബസ്സിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഉണ്ടല്ലോ പൊക്രേനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഞാൻ രാവിലെ കണ്ട മൂടൽമഞ്ഞ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കർഷകങ്ങളിൽ കണ്ട പോലെ ആയിരിക്കുമോ ക്ലൈമറ്റ് എന്നൊക്കെയുള്ളൊരു ചെറിയൊരു പേര് ഉണ്ടായിരുന്നു. നോർമലി നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ വരാറുണ്ടല്ലോ, പക്ഷെ ഇവിടെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ പൊക്രയിൽ വന്നിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളെ വരവേൽക്കുകയെ. നല്ല വെള്ള കോട്ടണിഞ്ഞിട്ടുള്ള മഞ്ഞുമലനിരകൾ, അത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷമായിരിക്കും കേട്ടോ. ഫൈനലി നമ്മളുടെ താങ്ക്സ് ഭയ്യ പൊക്ര ബസ് സ്റ്റാൻഡിലേക്ക് വന്നെത്തി. അച്ഛാ ബസ് പാർക്ക് ഇതാണ് കേട്ടോ പൊക്രയിലെ ബസ് പാർക്ക് വരുന്നത്. नहीं चाहिए, thank you. Welcome sir. Thank you. How are you? I'm good. Just arrived in Pokhara. Thank you so much. First time in Pokhara? No, वो तीसरी बार है. Okay. So നമുക്കുണ്ടല്ലോ ഇവിടെ വരുമ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മളെ വരവേൽക്കുന്നത് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ, നമ്മളുടെ മഞ്ഞുമലകളാണ് കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞ് പെയ്ത് പൊക്രയിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും മഞ്ഞുമല കാണാൻ പറ്റുന്ന രീതിയിലായി. ഇവിടെ നിന്നുണ്ടല്ലോ ഇറങ്ങിയിട്ട് ഈ കല്ലിക്കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും ബസ് കിട്ടും എന്നാണ് കേട്ടോ പറഞ്ഞത്. അതായത് ഹര എന്ന് വെച്ചാൽ പച്ചയല്ലേ, അപ്പോൾ പച്ച കളർ ബസ്സിന് കയറിയിട്ട് നമുക്ക് ലേക്ക് സൈഡിലോട്ട് പോവാം കേട്ടോ. ആദ്യമേ അവിടെയാണ് പോയിൻ്റ്. എനിക്കിവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവർ 2 പേരെ കിട്ടി. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ച് തരാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരുടെ കൂടെ നടക്കുകയാണ് കേട്ടോ. താങ്ക് യു. അവരെനിക്ക് വഴി പറഞ്ഞു തന്നു. അതായത് ഇവിടെ നോക്കിയാലും എൻ്റെ പൊന്നു മഞ്ഞുമല എന്നാ രസം നോക്കിയേക്കണേ. ഈ സൈഡിലായിട്ട് ബസ് വരുവേ. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് എന്തോ സാജാന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അത് നമുക്ക് ചോദിക്കാം, ബസ്സുകാരോട് ചോദിക്കാമല്ലോ. ചോദിച്ചിട്ട് നമുക്ക് അതിൽ കയറിയിട്ട് ആദ്യമേ ലേക്ക് സൈഡിലേക്ക് പോകണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊക്രയുടെ മെയിൻ എല്ലാ സ്പോട്ടുകളും കാര്യങ്ങളും ഈ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നിൽക്കുന്നത് ലേക്ക് സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ അങ്ങോട്ട് പിടിക്കാം. ഇതാണോ യാദ ഫലേ? ഇതല്ല, സാധാ ഇവിടെ കിട്ടും. പ്രശ്ന യാദ ഫലേ. യെസ്, ഇത് തന്നെയാണോ? ലേക്ക് സൈഡ് जाएगा ना, इधर बैठ सकता है. ओके, നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാം. ठंडी है, बहुत ठंडी है. बहुत ठंडी है. कैसे है भैया? नेपाली भाषा में जाड़ो. ബസ്സിൽ കയറിയവിടെ തന്നെ നമുക്ക് വളരെ കമ്പനി ആയിട്ടുള്ള ഒരു ഡ്രൈവർ ചേട്ടനെ തന്നെ കിട്ടി. പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ നേപ്പാളി ഭാഷയിൽ ജാഡോ എന്നാണ് തണുപ്പിന് പറയുന്നത്. ഒറ്റയ്ക്കാണോ വന്നത്, കൂടെ ഒരാളെ കൂട്ടി വന്നാലല്ലേ നേപ്പാളിൽ രസമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി ഈ ഒരു പൊക്രയിൽ തന്നെയുള്ള ആളാണ് കേട്ടോ. പുള്ളിയുടെ വീട് ടൗണിനോട് ചേർന്ന് തന്നെയാണ്. എന്തായാലും കമ്പനി ആയിട്ടുള്ളൊരു വണ്ടിക്കാരൻ ചേട്ടനെ കിട്ടി. നല്ല രീതിയിൽ ഇതൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേപ്പാളിൽ ഇപ്പോൾ സർവീസ് നടത്തുന്ന ബസ്സുകളിലധികം ടാറ്റയുടെയും അതുപോലെ തന്നെ എയ്ച്ചറിൻ്റെയാണ്. ഇതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. എൻ്റെ പ്ലാനിൽ ചെറിയൊരു മാറ്റം, ഞാൻ വീണ്ടും ഒന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡ് നമ്മൾ വന്നിറങ്ങിയ സ്ഥലമില്ല. എന്തിനാന്ന് വെച്ചാൽ ഈ നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് വന്നത് മസ്താങ് എന്ന് പറയുന്ന വയ്യാജി വിളിച്ചിട്ടേ ഇതിലേ പോയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്താങ് എന്ന് പറയുന്ന
നല്ല കിടിലം പോലത്തെ എന്താ പറയുക, ഈ നേപ്പാളിൻ്റെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. മസ്താങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസ്താങ്ങിലേക്ക് പോകുന്ന ബസ് എടുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇതല്ലേ ഇവിടെ നിന്ന് ഇത്ര ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കട്ടെ ഞാൻ എങ്ങനെയാണ് വണ്ടിയുടെ അവസ്ഥ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഞാൻ വഴി തെറ്റി ആദ്യം കയറി വന്നുണ്ടല്ലോ ടൊയോറ്റയുടെ ഇത് കണ്ടോ, ഈ ടൈപ്പ് വണ്ടിയില്ലേ, ഈ ടൈപ്പ് വണ്ടികളുടെ ഒരു സ്റ്റാൻഡിലേക്കാണ്. പക്ഷേങ്കിൽ ഈ സ്റ്റാൻഡല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിലും വലിയ വണ്ടിയുടെ സ്റ്റാൻഡാണ് വേണ്ടത്. നിങ്ങളുണ്ടല്ലോ, നമുക്ക് വന്നിറങ്ങേണ്ട ഈ ഒരു ചൗക്കിൻ്റെ പേരോർത്ത് വെച്ചോ, പൃഥ്വി ചൗക്ക് എന്നാണ് കേട്ടോ ഈ ഒരു ജംഗ്ഷൻ്റെ പേര്. കാരണം നമ്മുടെ ലേക്ക് സൈഡിലേക്ക് അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരാനും ഒക്കെ വന്നിറങ്ങേണ്ട ജംഗ്ഷൻ ദാ ഈ ഒരു ജംഗ്ഷനാണ്, പൃഥ്വി ചൗക്ക്. വീഡിയോക്ക് ഒരു ലൈക്ക് നിങ്ങൾ മറക്കരുതേ. വെയിലുള്ളപ്പോൾ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം ഒരു തണുപ്പുണ്ട് കേട്ടോ. ആ വെയിലിൻ്റെ ചൂടിൽ ആ ഒരു തണുപ്പത്ത് നടക്കാനായിട്ട് നല്ലൊരു രസമുണ്ട്. മേലോട്ടേക്കൊക്കെ നല്ല തണുപ്പായിരിക്കും എന്നാണ് അവിടുന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. എന്തായാലും കൊള്ളാട്ടോ. അവിടെ നിന്ന് നേരെ ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പോഴത്തേക്കും ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. നമസ്തേ ഭയ്യാജി, കൈസേ ആപ്? ഓക്കെ. അബി നമ്മുടെ നേപ്പാളിലുള്ള ടിബറ്റൻ പീഠഭൂമി പ്രദേശമാണ് മുസ്താങ് റീജിയൻ, അതുപോലെ തന്നെ അന്നപൂർണ്ണ കൺസർവേഷൻ്റെ ആ ഒരു ഹയർ എൻഡ് ഭാഗങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്ന ബസ്സിൻ്റെ ഡ്രൈവറാണ് ഇദ്ദേഹം. നാളെ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പം ഇവരുടെ ബുക്കിംഗ് സെൻറ്റർ വന്നിട്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാം. ബടിയാ. അപ്പോൾ ഇത് വണ്ടി എനിക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് തരാമെന്ന് പറഞ്ഞു. 1300 വേനാ പോലെ ജോംസൺ തക്. ആ मुक्तिनाथ मंदिर तक का 1600 സോ ഓക്കെ. അപ്പം മുക്തിനാഥ് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, ഞാൻ ജോംസങ് ആണ് ആദ്യം പോകുന്നത്. ജോംസൺ തക് ജായക. മുസ്താങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ ഏരിയ ആണ് ജോംസങ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഇതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 1300 രൂപയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ കൗണ്ടർ വരുന്നത്. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേലെ കയറിയിട്ട് അവിടെ നിന്ന് ഈ ഒരു പെർമിറ്റ്, അതായത് ഇതെല്ലാം കൂടി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നപൂർണ്ണ കൺസർവേഷൻ ഏരിയ എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി ഫീ ഉണ്ട്. മേലെ 2000 രൂപയായിരുന്നു മുമ്പുണ്ടായിരുന്നത്, താഴെ നിൽക്കുമ്പോൾ 1000 രൂപയായിരുന്നു. അതിപ്പം മാറ്റിയിട്ട് മേലെ നിന്ന് എടുത്താലും 1000 രൂപയുള്ളൂ. എന്നാലിപ്പം എന്നോട് ആ ഒരു ബസ്സിൻ്റെ ഡ്രൈവർ ഇപ്പോൾ നമ്മളുണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ ചെന്ന് അവിടെ നിന്ന് എടുത്താൽ മതി, നമ്മുടെ ആധാർ കാർഡും പിന്നെ ഒരു ഫോട്ടോയും കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് എടുത്താൽ മതി. ഇന്ന് നമുക്ക് അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ, അല്ല ബെറ്റർ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ പരിപാടി ഒന്ന് കഴിഞ്ഞു. അങ്ങനെ നാളത്തേക്കുള്ള കാര്യം സെറ്റായി. അപ്പോൾ എല്ലാവരും തണുപ്പിനുള്ള കാര്യങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തോ. കാരണം നമ്മളിനിയിപ്പോൾ മല കയറിക്കഴിഞ്ഞാൽ വിവരം അറിയും, നല്ല തണുപ്പാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോഴേ നമുക്ക് ഇവിടെ താമസത്തിന് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ആണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. കാരണം രാവിലെ 7 മണിക്ക് ആണ് വണ്ടി പുറപ്പെടുക. അപ്പോൾ 6:45 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്താൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബസ്സിൻ്റെ ടിക്കറ്റ് 1300 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളുടെ നാട്ടിലൊരു 800-812 രൂപ അത്രയാണ് കേട്ടോ റേറ്റ് വരുന്നത്. വലിയൊരു എമൗണ്ട് അല്ല എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല ഓട്ടമുണ്ട്. ഒരു തൊപ്പി വേണമായിരുന്നല്ലോ. കുറച്ച് ദിവസമായിട്ട് മനസ്സിന് പിടിച്ചൊരു തൊപ്പി ഞാൻ നേപ്പാളിലൂടെ കുറേ ആയി നടക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ना होटल भी दिखाना चाहिए ना. ഹോട്ടൽ മെസോ കാന്തു അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് സംസാരിച്ച് ഞാനിങ്ങനെ ദൂരെ നിന്നൊക്കെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് 900 രൂപയ്ക്ക് 900 നേപ്പാളി റുപ്പീസിന് റൂം തരാമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. ഇവിടെയല്ല ഷൂട്ട് ചെയ്യേണ്ടത്. ലേക്കിൻ്റെ അവിടെ പോയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയുണ്ട്. ഇവിടെ ഒന്നുമില്ല. എൻ്റെ ഹോട്ടൽ ഊപ്പറേ. ഓ എൻ്റെ ഹോട്ടലിൽ എന്താ ഉള്ളത് എന്നാണ് ദീദി ചോദിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ റൂം. കുഴപ്പമില്ല. റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാനിതാ വീണ്ടും തിരിച്ച് നമ്മളുടെ റോഡിലേക്ക് ഇറങ്ങി. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ഇനിയിപ്പോൾ ആദ്യത്തെ പരിപാടി ഒരു ATM കണ്ടുപിടിച്ച് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പൈസ എടുക്കാനുണ്ട്. കാരണം ഞാൻ ഇപ്പം തന്നെ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു ഭക്ഷണവും കാര്യങ്ങളും വണ്ടിയുടെ ചിലവും ഇപ്പം അങ്ങോട്ടേക്കുള്ള ടിക്കറ്റും പെർമിറ്റും ഒക്കെ കൂടി ആയപ്പോഴത്തേക്കും ഞാൻ 15 രൂപയാണ് എടുത്തത്. 15 രൂപയിൽ 5 രൂപ ഓൾറെഡി തീർന്നു. അത് ഇന്ത്യൻ മണിയെ. അപ്പം അതും കൊണ്ട് നമുക്ക് മുമ്പോട്ടേക്ക് 10 രൂപ കൊണ്ട് മേലോട്ട് പോയാൽ ശരിയാവില്ല. ഒരു 10 കൂടി എടുക്കണം. ATM തപ്പട്ടെ. എവിടെയാണ് ATM ഉള്ളത്? ഇതാ ഈ ചേട്ടൻ എൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ATM എവിടെയെന്നുള്ളത് തപ്പി നിൽക്കുന്ന സമയത്താണ് പുള്ളി വന്നത് എങ്ങടാ പോകണ്ടേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആദ്യമേ പുള്ളിക്കാരൻ എന്നോട് ഇവിടുത്തെ ടൂറിസം പ്ലേസുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം എന്നെ പൈസ കിട്ടുന്ന ATM-ൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം SBIയുടെ ATM ആണ് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇതുകളുടെ എല്ലാത്തിൻ്റെയും ബെറ്റർ, അതായത് കാർഡുകളിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടാക്സി ഉണ്ട് കേട്ടോ, ബൈക്ക് ടാക്സി. അപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവർ കൊണ്ടുവന്ന് വിടും. അപ്പോൾ 100 രൂപയാണ് ഇവർ എന്നോട് പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ ഡിസ്കൗണ്ടൊക്കെ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ 100 രൂപ 100 നേപ്പാളി റുപ്പീസ്
പറയുന്നത്, നമ്മുടെ നാട്ടിലൊരു 60 രൂപ. ഇവിടെ ഉണ്ടല്ലോ 2 ആൾക്ക് ഹെൽമെറ്റ് ആവശ്യമില്ല, ഒരാൾക്ക് ഹെൽമെറ്റ് മതി. ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് 2 വേണ്ടേ എന്നോട് ചോദിച്ചേ. ഈ ഒരു റോട്ടിൽ നിന്നൊക്കെ ഉള്ളതുണ്ടല്ലോ വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങ് എൻഡിലേക്ക് നല്ല രീതിയിൽ മഞ്ഞങ്ങ് പെയ്ത് അഭി ക്ലിയർ ആണ് വെതർ. ഈ ഒരു സമയത്ത് നമുക്ക് മൗണ്ടൻ ഒക്കെ കാണാൻ വേണ്ടി അച്ഛാ വെതറാണ് കേട്ടോ, അച്ഛാ വെതർ. SBIയിലല്ല NIC ഏഷ്യ ഇങ്ങനെ ഒരു ബാങ്കിലാണ് വന്നത്. ഈ ഒരു ബാങ്കിൽ എല്ലാ ഇന്ത്യൻ കാർഡും വർക്കാവുന്നതാണ് കേട്ടോ, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. എന്തായാലും വർക്കായി, പൈസ കിട്ടി. 500 രൂപ ഇവിടെ 500 നേപ്പാളി റുപ്പീസ് എക്സ്ട്രാ പിടിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. കുഴപ്പമില്ല. ക്യാഷ് കിട്ടിയ സ്ഥിതിക്ക് ഇനി നോ ടെൻഷനാണ്. ഇനി നമുക്ക് നടക്കാം. ആദ്യമേ ഭക്ഷണം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ, ചിന്തിക്കണേ നിങ്ങളെ. തൊട്ടടുത്ത് മുന്നിൽ കണ്ട കടയിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കാതെയുള്ള ഈ ഒരു നടത്തത്തിന് പിന്നിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് വഴിയേ പറയാം. നടന്നുണ്ടല്ലോ ഇതേ നമ്മൾ പൊക്ര എയർപോർട്ട്, ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ സൈഡിലാണ് എത്തിയത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആ വീടിൻ്റെ മേലൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൂർമ്പിച്ചൊരു മലനിര. അയ്യോ എന്നാ ഭംഗി അവിടുത്തെ മലകളൊക്കെ കാണാനായിട്ട്. ഈ നേപ്പാളിലുണ്ടല്ലോ ഈ ബസ്സിന് വരുന്നത് പോലെ തന്നെ ഈ ലോക്കൽ പ്ലെയിനുകൾ, ഡൊമസ്റ്റിക് പ്ലെയിനുകൾ വൻ ഡിമാൻഡാണ് കേട്ടോ. ഇവിടുത്തെ പല സ്ഥലങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വിമാനങ്ങൾ, അതായത് 21 സീറ്റർ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, എന്നാൽ ഡോമിയർ വിമാനം അങ്ങനെ എന്തായാലും പേര് പറയാം, ആ ടൈപ്പ് വിമാനങ്ങൾ കണക്ട് ചെയ്യുക. അത് ഇങ്ങോട്ടും കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകൾക്കൊക്കെ കാഠ്മണ്ഡുവിൽ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ വരാനായിട്ട് ഈ ഒരു ഫ്ലൈറ്റിന് കയറി വന്നാൽ മതി, പെട്ടെന്ന് സമയം ലാഭിക്കാം. പൊക്ര എയർപോർട്ടിനെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ, ചൈനീസ് ഗവൺമെൻറ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നേപ്പാളിൽ ചെയ്യുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഒരു കാര്യം കൂടി പറയണം. പൊക്രയിലേക്ക് വന്നിറങ്ങിയ ചൈനീസ് ചാരവിമാനത്തിൻ്റെ വാർത്ത കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ചാനലുകളിലൊക്കെ വൻ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പൊക്രയിൽ ചൈനീസ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടല്ലോ പുതിയൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങി വരുന്നത് നിങ്ങൾക്കറിയാലോ. ലോകരാജ്യങ്ങളെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കമ്പോളമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ചൈന കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതിന്റെ ഭാഗമായിട്ട് അവികസിത രാജ്യങ്ങളിൽ അവരുടെ റോഡുകൾ, അതുപോലെ വിമാനത്താവളം, അതുപോലെ പോർട്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചൈന സഹായിക്കും. ചൈനീസ് ബാങ്കുകൾ ലോണായിട്ടാണ് കൊടുക്കുക, ആ ലോൺ തിരിച്ചടയ്ക്കണം. അതിന് പകരമായിട്ട് അവർ ചെയ്യേണ്ടത് അവരുടെ കമ്പോളം ചൈനയ്ക്ക് ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിരവധി $1 ബില്യൺ പദ്ധതികൾ ചൈന നേപ്പാളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചൈനയ്ക്ക് ഇപ്പോൾ നേപ്പാളിലുണ്ട്. നേപ്പാളിലെ മാർക്കറ്റും ചൈനയ്ക്ക് പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുമാണുള്ളത്. നമ്മൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതിലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. അടുത്തൊരു ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ കണ്ടെങ്കിൽ എല്ലായിടത്തും നല്ല വൃത്തിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. റോഡിന് സൈഡിൽ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചു വാരി ഇടുവോ തുപ്പി വൃത്തിയാക്കുമോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഫുട്പാത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഫുട്പാത്ത്. അവിടെ എന്തോ പോലീസുകാർ, നേപ്പാൾ പോലീസ് എന്തോ വന്ന് നിൽപ്പുണ്ട്. എന്തോ പ്രൊട്ടസ്റ്റോ സംതിങ് എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒടുവിൽ ദീർഘദൂരത്തെ നടത്തത്തിനൊരു ലക്ഷ്യം ഇതാ നമ്മൾ കൈവരിച്ചിരിക്കുന്നു. ഇതാ ഈ ഒരു ബിരിയാണി കട, അമ്മാ ബിരിയാണി ഹൗസ്, ഇത് തപ്പിത്തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം ഇതാണ് നമ്മളുടെ ബിരിയാണി കട. ഇവരാണ് കേട്ടോ ഇതിൻ്റെ ഓണറെ. ഉങ്ക പേരെന്നാ? നാൻസി. ഉങ്ക ജൂഡി. ഓക്കെ, ആക്ച്വലി നിങ്ക ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ഓക്കെ. ஆனால் தமிழ். I just come here on a vacation. My aunt owns the place. ഓക്കെ. 5 வருஷமாயிருக்குல்லையா? 5 வருஷமாയിട്ട് இவர் ഇവിടെ ரன் ചെയ്യുന്നുണ്ട്. நான் ஒரு 1 இயர் முன்னாடி இங்கே வந்தேன். அந்த டைமில் எனக்கு தெரியாது இந்த மாதிரி ஒரு ஹோட்டல் இங்கே இருக்குன்னு. அதனால இங்கே எங்கேயும் வரல. 5 வருஷம் ஆயிடுச்சு. புது கிச்சன் அங்கேயே ஓப்பன் பண்ணுறேன்னா புதுசு. So we have a new restaurant coming up in Lakeside. Okay. 16. I will visit there also. Sure. ഇതാ നമ്മളുടെ ചൂട് ബിരിയാണി വന്നിട്ടുണ്ട്. നൈസ്. ரொம்ப നാളാச்சு ഞാൻ ബിരിയാണി സാപ്പിട്ടിട്ട്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടായിരുന്നു, അവിടെ കയറിയപ്പം ഓർഡർ കയറിയപ്പം പോലെ എനിക്ക് ബിരിയാണി കഴിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും പൊക്ര വന്നിട്ടാണ് ആ ഒരു ബിരിയാണി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ അമ്പൂർ ബിരിയാണിയാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അമ്പൂർ ബിരിയാണി കഴിച്ചിട്ട് കുറേ ആയി. നമസ്തേ ഭയ്യ. நமஸ்தே. எப்படி இருக்கு? நல்லா இருக்கிறேன். உங்கள் பேர் என்ன? என் பேர் ലൂയിസ്. ലൂയിസ്. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. 27 വർഷമായിട്ട് ഇവരിവിടെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് இந்த ഹോട്ടൽ എവിടെ 5 ഇയേഴ്സ് 5 വർഷമായിട്ട് ഈ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. പൃഥ്വിനാരായൺ ക്യാമ്പസ്. പൃഥ്വിനാരായൺ. വാട്ട് ഈസ് ദാറ്റ് പേഴ്സൺ നെയിം? I don't know, but he is from Kerala. കേരളത്തിൽ നിന്നുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. തപ്പി നോക്കാം നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത്.
അപ്പം ഞാനും ഭക്ഷണം കഴിച്ച് ഇറങ്ങി, അവരും അവരുടെ പുതിയ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ ഇവിടുത്തെ പല കാര്യങ്ങളും അദ്ദേഹം 27 വർഷമായിട്ട് ഇവിടെ ഉള്ളതല്ല, അതപ്പോൾ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടല്ലോ ആദ്യമേ ഇവിടെ തന്നെയുള്ള വേറെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞു സൗത്തിൽ നിന്ന് വന്ന ആദ്യത്തെ ആൾ ഞാനാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ആവേശത്തിൽ നിൽക്കുമ്പോൾ അതിനും ഒരു 20 വർഷം മുമ്പ് ഒരു നായർ സംതിങ് എന്താ പേരുണ്ട്, പുള്ളിക്കാരൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെ സെറ്റിൽഡ് ആണെന്ന്. അപ്പോൾ പുള്ളി പറയാണ് ഇപ്പം ഈ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അവിടെ ആദ്യമേ ഉള്ളത് ഒരു മലയാളിയായിരിക്കും, അതിന് ശേഷമാണ് സൗത്തിൽ നിന്നുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു ചേരുകയെന്ന് കേട്ടാ. കണ്ടില്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി കൂടെ നടത്തുന്ന ഒരാളെ മലയാളി. എന്തായാലും 350 രൂപയാണ് ഇവരുടെ ബിരിയാണിയുടെ റേറ്റ്. ബിരിയാണി കഴിച്ചു, വയറിറഞ്ഞു, മനസ്സറിഞ്ഞു, എനർജി, ഫുൾ എനർജി. ഇനിയിപ്പോൾ കറങ്ങാലോ. ഞാൻ വീണ്ടും നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടവഴിയിലൂടെ നേരെ ലേക്ക് സൈഡിലേക്കാണ്. ഇങ്ങനെ കറങ്ങി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എത്തും എന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് നടന്നു പോകുമ്പോഴാണ് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റുക, ഇല്ലേ? പണ്ട് മീനുക്കുട്ടിയായിട്ട് വന്ന സമയത്ത് ഇതിലെ ഓട്ടി പറന്ന് കിടന്നതാണ്. അതിന് മുമ്പ് പ്രഭാകരനായിട്ട് വന്ന സമയത്ത് അതിലും പറന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. നമ്മൾ നടന്ന് ആദ്യമേ എത്തുന്നത് ഡാം സൈഡിലേക്കാണ് കേട്ടോ. ഡാം സൈഡ് പാർക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് നമുക്കിത് ആ ഒരു ലേക്കിൻ്റെ തുടക്കം. ഇവിടെ ഇത് വെള്ളം കെട്ടി തടയുന്നുണ്ടല്ലേ. അതായത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ടേ ഒരു ഗുഹയുണ്ട് താഴെ. ആ ഒരു ഗുഹയുടെ അങ്ങോട്ട് ഒരു വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ വന്ന് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് വന്നു ചേരും. അപ്പം ആ ഒരു വെള്ളം തടഞ്ഞേക്കുന്ന ഡാം ആ ഒരു ഭാഗത്താണ്. അതുകൊണ്ടായിരിക്കണം ഇതിനെ ഡാം സൈഡ് ഇതെന്ന് പറയുന്നത്. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ നിന്ന്. പക്ഷേ ഇതിലും നല്ല അടിപൊളി നമ്മളുടെ അപ്പുറത്തെ ലേക്കാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകണേ. കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഇരുന്ന് വെയിലൊക്കെ കായുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അത്ര ക്ലീൻ അല്ലേ, കാരണം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കുറച്ചുകൂടി മുമ്പോട്ടേക്ക് നടക്കുമ്പോഴല്ലോ നമുക്കിത് ഫെവാ ലേക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വലുതായിട്ട് ഈ റോഡിന് ഇടത് സൈഡിലായിട്ട് കാണാൻ പറ്റുമേ. ഈ ലേക്കിൻ്റെ സൈഡിലുണ്ടല്ലോ കുറേ ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്ന ചേട്ടന്മാരൊക്കെ നമുക്ക് കാണാം. ഒരു 10-15 ചൂണ്ട ചുറ്റും കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതിലെങ്കിലും കൊത്തട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. താഴെയുള്ള ലേക്ക് സൈഡിലൂടെ കറങ്ങി നടക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്നൊരു കൾച്ചറൽ ജാഥ ഇവിടുത്തെ മെയിൻ വാക്കിംഗ് സ്ട്രീറ്റ് ഏരിയയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങോട്ടേക്ക് ഞാൻ ഓടിപ്പാഞ്ഞ് ചെല്ലുമ്പോഴേക്കും ജാഥ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ശരിക്കും വർണ്ണാഭമായിട്ടുള്ള ഒരു ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നേപ്പാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വിവിധ ട്രൈബൽ കമ്മ്യൂണിറ്റികൾ, അങ്ങനെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ പരമ്പരാഗത രീതിയിലുള്ള വേഷങ്ങൾ ധരിച്ചുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ, ഡാൻസുകൾ, അവരുടെ വിവിധ തരം വാദ്യോപകരണങ്ങൾ, അങ്ങനെ എന്നു വേണ്ട ഒരു കളർഫുൾ ലോകം അവിടെ ഒരുങ്ങുകയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ നേപ്പാൾ പോലീസിൻ്റെ വക അവരുടെ മാർച്ച് പാസ്റ്റ് കാര്യങ്ങൾ ഒക്കെയുണ്ട്. അതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങളും ശ്രദ്ധിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെങ്കിൽ പോകുന്ന ആളുകളുടെയൊക്കെ കയ്യിലുള്ള കൊടികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ നിന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു സ്റ്റോറിയില്ലേ, ആ ഒരു സ്റ്റോറിയും കൂടി നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സോറി, ശ്രദ്ധ അല്പസമയം ഈ ഒരു നേപ്പാളി സുന്ദരി കുട്ടികളുടെ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞുപോയി. ഈ വരുന്ന ആളുകളുടെ കയ്യിലെ നേപ്പാളിൻ്റെ കൊടിക്കൊപ്പം ചൈനീസ് കൊടികൾ ചേർത്ത് പിടിച്ചേക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടോ. നേപ്പാളിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമുകൾക്കിടയിലും ചൈനീസ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ ബോട്ടിംഗ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ ഇടപെടുകയും അവരുടെ ഒരു സ്വാധീനം ഇതിൽ കൊണ്ടുവരാനും അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു ബോട്ട് റേസ് കാര്യങ്ങളൊക്കെ ചൈനീസ് ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അവർ അന്നേരം ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ കൂടെ അവരുടെ കൊടികളും ആ ഒരു രാജ്യത്തോട് സ്നേഹം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്യപ്പെടാൻ കൂടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നില്ലോ. നിരവധി ഇന്ത്യൻ സംഘടനകളൊക്കെ നേപ്പാളിലുണ്ട്, പക്ഷേ അവർക്കൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല ഇതുപോലൊരു ഷോയുടെ ഭാഗമാകണം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പോയി നമ്മളുടെ രാജ്യത്തിൻ്റെ എന്തെങ്കിലും പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. പക്ഷെങ്കിൽ അതൊക്കെ ചൈന നല്ല വെടിപ്പായി ക്ലിയറായി കൃത്യമായി അവിടുത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഇവിടുത്തെ യഥാർത്ഥമായ കലാപരിപാടികൾ അരങ്ങേറുന്നത്. അന്നേരം ഞാൻ നേരെ തിരിച്ച് നമ്മളുടെ ഹോട്ടലിലേക്ക് പോയി വൈകിട്ട് വീണ്ടും ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു പ്ലാനുമായിട്ട് നേരെ റൂമിൽ പോയിട്ടുണ്ടല്ലോ. തിരിച്ച് ഞാനിതാ വീണ്ടും നമ്മളുടെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്. ഇന്നിവിടെ ആഘോഷങ്ങളുടെ കളറുകളുടെ ഒരു ദിവസം ആകും എന്നുള്ളത് രാവിലത്തെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്.
പോയി നോക്കാമല്ലോ എന്തൊക്കെയാണ് ഒരുക്കിയേക്കുന്നതെന്നുള്ളത്. 16ാമത്തെ സ്ട്രീറ്റ് വഴിയാണ് കേട്ടോ നമ്മളിതാ മെയിൻ സ്ട്രീറ്റിലോട്ട് വന്നിറങ്ങി. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കുള്ള വണ്ടികളുടെ ഗതാഗതമൊക്കെ തടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം റോഡിലൂടെ ജനസാഗരമാണ് കേട്ടോ. നമ്മൾ അന്നേരപ്പം കണ്ട പോലല്ല, ഇപ്പം നല്ല രീതിയിൽ തിരക്കായിട്ടുണ്ട്. കൂടാതെ ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ റോഡിന് നടുക്ക് ഇതുപോലെ ഇതാ സ്റ്റേജുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സ്റ്റേജിൽ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കലാപരിപാടി, അതായത് വലിയ മോഡേൺ അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നുമല്ല, ട്രഡീഷണൽ പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയിലുണ്ടല്ലോ ഇതാ ഇങ്ങനെ അതിനിടയിലുണ്ടല്ലോ ഇതാ ഇതുപോലെ വേഷമൊക്കെ കെട്ടി ഗ്രൂപ്പായിട്ട് ഈ കരോൾ സംഘങ്ങളൊക്കെ വരുന്നില്ലേ, അതുപോലെ തന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വാവ്, നമുക്കുണ്ടല്ലോ എന്തായാലും മുമ്പോട്ടേക്ക് നടക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ കുറേ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ. ഞാൻ ആദ്യമായിട്ടാണ് പൊക്രേനെ ഇതാ ഇത്രയും ക്രൗഡഡ് ആയിട്ട് ഇത്രയും കളറായിട്ട് കാണുന്നത്, അതായത് ഈ ഒരു റൂട്ട് കേട്ടോ. അപ്പം മുമ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഈ രാത്രി ഒരുക്കി വെച്ചിട്ടുണ്ട് കാഴ്ചകളിലോട്ട്. ഇന്നങ്ങളുടെ ആഘോഷ രാത്രിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ അതിരാവിലെ പോകണം. അപ്പോൾ ആ ഒരു ബസ്സിന് പോകാനായിട്ട് എന്താ പറയുക, നമുക്ക് നേരത്തെ പോയാൽ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് മുസ്താങ് പരിപാടിയൊക്കെ പാളിപ്പോവും. ഓക്കെ, അപ്പം നമുക്ക് മാക്സിമം ഇവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് പോവാം കേട്ടോ. ശരിക്കും ഇപ്പോൾ ഉണ്ടല്ലോ ഫുട്പാത്ത് വന്നിട്ട് ഇതുപോലത്തുള്ള ചെറിയ സ്റ്റാളുകൾ ആയിട്ട് മാറിയിട്ടുണ്ട്. മെയിൻ റോഡാണ് ഫുട്പാത്തായിട്ട് മാറിയിട്ടുള്ളത്. ശരിക്കും ഇത് എല്ലാ സമയവും ഇതുപോലെ തന്നെ ആഘോഷ രീതിയിൽ ഒരുക്കി വെക്കുമായിരുന്നെങ്കിൽ കുറേ കൂടി രസം ഉണ്ടാവുമായിരിക്കും അല്ലേ. പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അതുപോലെ തന്നെ സ്വദേശീയരായിട്ടുള്ള ആളുകളും അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇന്നത്തെ ഒരു ഈവനിങ്ങിൽ ഇവിടെ കാണാവേ. സെക്യൂരിറ്റി ഒരുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നേപ്പാളി പോലീസിൻ്റെ വണ്ടികൾ മാത്രം ഇതിലെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം ആഘോഷമാണല്ലോ, എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ ഈ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഇവിടുന്ന് ഡാൻസൊക്കെ കളിച്ച്, അത് എല്ലാവരും ഈ ഒരു ടൂറിസം സ്പോട്ടുകളുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇതാണ്. എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡിലായിരിക്കും, ആഘോഷ മൈൻഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക എന്നുള്ളതിൻ്റെ ആ ഒരു ലക്ഷ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവാണ്. എല്ലാവരും ഭയങ്കര ഒരു ആഘോഷ മൂഡാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇവിടെ ഉണ്ടല്ലോ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് കൂടി, അതായത് യാത്രികരാണ്, കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി അവരാണിത് ഈ ഒരു സൈക്കിളായിട്ട് കാണുന്നത്, പക്ഷെ അവർ എന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ആ കേൾക്കാണോ? അടിപൊളി. എന്തല്ല സുഖാണോ? എങ്ങനെയുണ്ട് യാത്രകളൊക്കെ? അടിപൊളി. ഇവിടെ ഭയങ്കര സൗണ്ടാ. എന്തായാലും വിശദമായിട്ട് പരിചയപ്പെടാം, ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. സൈക്കിളുമായിട്ടാണല്ലോ ഇതുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് 2 സൈക്കിളുമായിട്ട് ഇറങ്ങിയേക്കാണ് 2 പേര്. വിശദമായിട്ട് ഒരുപാട് പരിചയപ്പെടാറുണ്ട്. എന്തായാലും ഉണ്ടല്ലോ ഈ ഒരു കളർഫുൾ ദിവസം തന്നെ കാണാൻ പറ്റിയാൽ വലിയ സന്തോഷം. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് പൊക്രാൻ ഈ ഒരു കളറിൽ ഇതിങ്ങനെ കാണുന്നത്. ഫസ്റ്റ് ടൈമാ? ഓക്കെ. എങ്ങനെയായിരുന്നു പേര്? അഞ്ചു. നിന്റെ മറ്റേ ഇത് പറ, ഐ ഡി പറ. വാണ്ടറിംഗ് നൊമാഡ്. ഓക്കെ. കുറേ നാളുകൾക്ക് ശേഷം മലയാളികളായിട്ടുള്ള യാത്രികരെ, അതും സൈക്ലിസ്റ്റുകളെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. ഇവിടേക്കുള്ള എൻട്രി ഒക്കെ ഉണ്ടല്ലോ ഫ്രീ ആണ്. പക്ഷേ ഇവരെങ്ങനെയാണ് പൈസ അതിന് കണ്ടെത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചേക്കുന്ന ഓരോ സാധനങ്ങളും ഇല്ല, എല്ലാം ഓരോ ഷോപ്പുകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്രാൻഡുകളുടെയൊക്കെ പരസ്യങ്ങളായിരിക്കും കേട്ടോ. നമ്മൾ ആ ഘോഷയാത്രയ്ക്ക് കണ്ട ചൈനീസ് അത് മാത്രമല്ല കേട്ടോ. അതാ ഇവിടെ അല്ലാതെ ചൈനീസ് ഫുഡുകളും അതൊക്കെയും ഇവിടെയുണ്ട്. ശരിക്കും നേപ്പാളിലുണ്ടല്ലോ ഈ ഒരു ചൈനീസ് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പം വൻ രീതിയിൽ നല്ല കൂടുതലാണ്. ഇവിടെയൊക്കെ മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലൊക്കെ ഉള്ള അധിക സാധനങ്ങളും ചൈനയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ചൈനീസ് ഫുഡ് മാത്രമല്ല, ചൈനീസ് കാറുകൾ, BYD ഇല്ലേ, നമ്മളുടെ BYD ഒക്കെ വെച്ചേക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഭാഗത്ത് ഇലക്ട്രിക് കാറുകളിൽ ഏറ്റവും അധികം ഇപ്പോൾ ഉള്ളത് BYD ആണ്. അതിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതും വലിയ കാര്യമായിട്ടൊരു രീതിയിലൊന്നുമില്ല, നമ്മുടെ ടാറ്റയുടെ വണ്ടിയാണ് കേട്ടോ. കണ്ടങ്ങളെ ബാറെല്ലാം കൂടി റോഡിലേക്ക് ഇറങ്ങി വന്ന് നിന്ന് ആളുകളെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്ന പരിപാടി. നമ്മളുടെ ബിയർ ഉണ്ടാക്കുന്ന ക്യാൻ ആ ഒരു ബാർ റിലീസാണ് കാണുന്നത്. നോക്കി നിങ്ങൾ, ബിയർ ക്യാൻ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ ആരായാലും ഒന്ന് കുടിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രിൽഡ് ചിക്കനൊക്കെ ഇരിക്കുന്നു. എൻ്റെ അമ്മ, ഞാൻ ഗ്രിൽഡൊക്കെ കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ. സ്ട്രീറ്റിലൂടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ക്ലബ്ബുകളുണ്ട്. അവിടെയും ഇതുപോലത്തെ പരിപാടി, ക്ലബ്ബല്ല ശരിക്കും റെസ്റ്റോറൻ്റാണ്. അവിടെ അയ്യോ ഞാൻ കയറി വന്നപ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞോ. ഇവിടെയും പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ എല്ലാ സമയത്തും ഓൾമോസ്റ്റ് ഉണ്ടാകുന്നതാണ്, ഫെസ്റ്റിവൽ ടൈമിൽ മാത്രമല്ല.
ഇവരുടെയൊക്കെ കൗണ്ടറുകളെ ഇതുണ്ട്, അകത്തുള്ള ഷോപ്പുകളുടെ കൗണ്ടറുകൾ അവർ പുറത്തേക്കും ഈ ഒരു ഫെസ്റ്റിവൽ ടൈം ആകുമ്പോഴത്തേക്കും പുറത്തേക്കും എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഇവർക്ക് ശരിക്കും അകത്തേക്ക് ആളുകൾ കയറാതെ തന്നെ ഇതിൻ്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കും. ശരിക്കും ഇത് വർഷം മുഴുവൻ ഇതുപോലെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആളുകൾ വരില്ല അല്ലേ? ശരിക്കും നമ്മുടെ നാട്ടിലും വേണം കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ്. എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ വൈകുന്നേര സമയങ്ങളിൽ ആഘോഷം ആയിട്ട്. ഇവിടെ ഉണ്ടല്ലോ ഇതാ നമ്മളുടെ പാന് ഉണ്ട് കേട്ടോ, മീഠാ പാന്. അതുപോലെ തന്നെ ഓ പാൻ ഏ പാൻ ഓ നേപ്പാൾ വാല പാൻ इसमें वो फायर नहीं आएगा. തീ കത്തിച്ചിട്ട് ബനാന പിടുത്തേ തീ കത്തിച്ചിട്ട് ശരിക്കും വായിൽ വെക്കുന്നവരുടെ ഇപ്പോൾ പാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല ആൾക്കാരും ആ ഒരു സാധനം ചിലപ്പോൾ പോകുന്ന വഴിയിൽ കാണാൻ കേട്ടോ. എന്തായാലും പാനുണ്ട് ഇവിടെ. ഇത് നേപ്പാളിൻ്റെ പാനാണെന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്. മനുഷ്യന്മാർക്ക് മാത്രമല്ല കേട്ടോ, മൃഗങ്ങൾക്കും ആഘോഷമുണ്ട്. ഇവിടെയുള്ള പട്ടികളൊക്കെ ഇതാ ആഘോഷത്തിനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നോക്കി എന്നാ ഒരു തട്ടിയെ നോക്കിയ ഒരു പട്ടിക്ക്, എൻ്റെ പൊന്നേ. അതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവൻ കറക്റ്റായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ആ ഒരു ഘോഷയാത്രയ്ക്ക് വന്ന ആളുകളില്ലേ, അവരിൽ പല ഗ്രൂപ്പുകളും എന്താ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മരത്തിൻ്റെ ചുവടുകളൊക്കെയാണ്. അതൊക്കെ പിടിച്ച് അവർ ഒരുമിച്ച് ഇതാ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുന്നുണ്ട്. അതിന് കൂടെ ഇവിടെ ആയിട്ട് ഇതുണ്ടെങ്കിൽ പൈസ ഇടാനുള്ള, വരുന്ന ആളുകൾക്ക് കാണൽ മാത്രമല്ല പൈസ കൂടി ഇടാം, അതുകൂടി ഇടാനുള്ള ഒരു ഇത് സെറ്റപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മളുടെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമില്ലേ, അപ്പം അവരുടെ പാട്ട്, അവരുടെ ഡാൻസ്, അവരുടെ ചാൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ സ്നേഹം മാത്രമാണ് എല്ലാവരോടും. ഞങ്ങളുണ്ടല്ലോ ആ ഒരു മെയിൻ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. നിങ്ങളുടെ റൂം ഈ ഒരു ഭാഗത്ത് ഈ സൈഡിലല്ലേ? ആ റൂമല്ല കേട്ടോ, ഇവർ പ്രധാനമായിട്ടും ടെൻറ്റിങ് പരിപാടിയൊക്കെയാണ്. നമ്മളുണ്ടല്ലോ അങ്ങനെ നടക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയാലും മലയാളികളുണ്ടാകുന്നുള്ളത് നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി. ഇതാ വീണ്ടും നിങ്ങൾ ഇവിടെ ആഘോഷത്തിനായിട്ട് വേണ്ടി വന്നതാണോ അതോ ഇങ്ങനെ കറക്കത്തിന് ചുമ്മാ കറങ്ങാനായിട്ട് വന്നയാ? എവിടെയാണ് നാട്ടിലെ? മലപ്പുറം. എല്ലാവരും മലപ്പുറംകാരാണോ? ഓ ആണോ? ആ അടിപൊളി. എങ്ങനെയുണ്ട് നേപ്പാള്? പൊളിയാണ്. നിങ്ങൾ എന്തായാലും കറക്റ്റ് ടൈമിലാണ് വന്നത്. നല്ല ആഘോഷം പരിപാടിയൊക്കെ ആയിട്ട്. ഏതായാലും കണ്ടതിൽ സന്തോഷം. ഇവിടെ ഉണ്ടല്ലോ ഒരു മൊത്തം പന്നി ഉണ്ടായിരുന്നു. അതിനെ തിന്നിപ്പോൾ തലയും അതിൻ്റെ കാലിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇങ്ങനെയെല്ലാം ഉണ്ട്. ഈ ഒരു ഭാഗത്ത് പിന്നെ ആൾക്കാരുണ്ടല്ലോ ഈ പന്നി അധികം കഴിക്കുന്ന ആളുകളാണ്. അറിയാലോ, നോർത്ത് ഈസ്റ്റ് റീജിയൻ്റെ ആ ഒരു കൾച്ചർ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ആ തിരക്കും ഒച്ചപ്പാടിനും ഇടയ്ക്ക് ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ യാത്ര എങ്ങനെയാണ്? എത്ര നാളായി തുടങ്ങിയിട്ട്? എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? എന്തൊക്കെയാണ് പ്ലാന്? ശരിക്ക് 3 മാസമായി തുടങ്ങിയിട്ട്. അതില് ഒരു 2.5 മാസമായി നേപ്പാളിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 15 ദിവസം ഇന്ത്യയിലും കറങ്ങിയിട്ടുണ്ട്. 15 ദിവസം ടോട്ടലി. അതിൽ ശരിക്കും നേപ്പാള്, ഭൂട്ടാന്, നോർത്ത് ഈസ്റ്റ് ആയിരുന്നു പ്ലാൻ ഇട്ടത്. അപ്പൊ ഫസ്റ്റ് തന്നെ നേപ്പാളിൽ വന്നവർ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇവിടെ നാട്ടിൽ പോയി. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് പിന്നെ പൊക്കാര വരെ വരേണ്ടി വന്ന്. അതിനുശേഷം ഇവളും കൂടിയും വന്ന് ഞങ്ങൾ മർദ്ദിഹിമാല ട്രക്കിന് പോയി. കാലിന് പണി കിട്ടി. പിന്നെ ഹിച്ചേക്ക് ചെയ്തിട്ട് ഞങ്ങൾ കാഠ്മണ്ഡു, പിന്നെ ഇളാമ്, ഡാർജിലിംഗ് വരെ പോയി. എൻ്റെ അവിടുന്ന് പിന്നെ ഹിച്ചേക്കിങ് പണിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും വന്ന് സൈക്കിളിൽ പിന്നെയും യാത്ര തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സൈക്കിളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്? ആ, എല്ലാ സാധനവും ഇഷ്ടം പോലെ ഉണ്ട്. ഫുള്ളാണ്. ആണല്ലേ? നമ്മളെ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മളുടെ കംബോഡിയയിലും അതുപോലെ തന്നെ തായ്ലൻഡൊക്കെ പോയത്, സൗത്ത് ഏഷ്യൻ കൺട്രീസ്. അന്ന് സൈക്കിളിൽ നമ്മൾ പോയ പോലെ ഇവരിതാ ഇപ്പം ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയേക്കാണ്. കുക്കിങ്ങിൻ്റെ സാധനങ്ങളും ബാക്കി ടെൻറ്റ് നിങ്ങൾ ടെൻറ്റിലല്ല അധികം താമസിക്കൽ? ടെൻറ്റിലൊക്കെ ആയിട്ട്. ഗ്രാമങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് താമസിക്കാൻ. അവരെങ്ങനെ ഭയങ്കര ഹെൽപ്പിങ്ങും, അവരൊക്കെ കണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈ ഗ്രാമങ്ങളിൽ ഞാൻ മിക്കതും നോക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മെയിനായിട്ട് അത് തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് പോക്ക്. അപ്പോൾ അവിടുത്തെ വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് അവർ വീട്ടിൻ്റെ സൈഡിലൊക്കെ ടെൻ്റ് അടിക്കുക, അവിടെ കിടക്കുക. ചിലപ്പോൾ അവർ വീട്ടിൻ്റെ ഉള്ളിൽ കിടത്തും, ചിലപ്പോൾ അവർ ഫുഡ് തരും. എന്തായാലും ശരിക്കും നേപ്പാൾ ആ ഒരു കാര്യത്തിൽ, നേപ്പാൾ മാത്രമല്ല ഗ്രാമങ്ങൾ എല്ലാ സ്ഥലത്തും ആളുകൾ നല്ലതാണ്. നമ്മൾ ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിലും ഗ്രാമങ്ങളിലേക്കാട്ടും കൂടുതൽ ഈ ടൗൺ പോലെ ആവില്ല. വീടുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഇവിടെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ഒരു വീട് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് ഇവിടുത്തെ പറയണ്ടേ ശരിക്കും. ഓക്കെ, എന്തായാലും യാത്രകൾ ഗംഭീരമാവട്ടെ. പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലില്ലേ? യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ലേ? എന്തായാലും ചാനലിന്റെ പേര്? വാണ്ടറിംഗ് നൊമാഡ്. വാണ്ടറിംഗ് നൊമാഡ്. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഇവരുടെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നമ്മളുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ചെയ്താൽ അവർക്ക് കൊടുക്കുക.
അഞ്ജുവിന് കേരളി ട്രാവലർ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. അപ്പം രണ്ടുപേരുടെയും ചാനലിൽ നിരവധി ഗ്രാമക്കാഴ്ചകൾ, യാത്രകൾ ഒക്കെയുള്ള വീഡിയോകളുണ്ട്. നിങ്ങളെല്ലാവരും നമ്മളുടെ ഫാമിലിയുടെ സ്നേഹം ഒന്ന് അറിയിക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള യാത്രികരെ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിച്ച് അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഇനി വഴിയിൽ എവിടെ വെച്ചെങ്കിലും കാണാമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയേ. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് അതിടാനും മറക്കരുതേ. ഞാൻ എന്തായാലും ലേക്ക് സൈഡിൽ നിന്ന് ഒരു ടാക്സി, നമസ്തേ ഭയ്യ, നമസ്തേ, ഒരു ടാക്സി പിടിച്ചിട്ട്, കാരണം വണ്ടിയൊക്കെ നിന്നു. സോ നാളെ നമുക്ക് അതിരാവിലെ എണീറ്റ് പോകാനുള്ളതാണ്. ഇനിയിപ്പോൾ അധികം ലേറ്റ് ആകാൻ പറ്റത്തില്ല. സോ ഞാൻ തിരിച്ച് നമ്മളുടെ ഹോട്ടലിലേക്ക് പോവാം കേട്ടോ. റെഡി ആവണ്ടേ? സമയമുണ്ടല്ലോ, 6:30 കഴിഞ്ഞു. 6:45 ആകുമ്പോഴത്തേക്ക് നമുക്ക് ബസ് സ്റ്റാൻഡിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അലാറം ഒന്ന് ചെറുതായിട്ട് ചതിച്ചു കേട്ടോ. ഇച്ചിരി ലേറ്റായിട്ട് ഞാൻ അടിച്ചത് കേട്ടില്ല. 6:15 വെച്ചതാണ്. എന്തായാലും 6:30 കഴിഞ്ഞു. ബാ പോരാ നമുക്ക്. ഗേറ്റ് തുറന്നു. ഗുഡ് മോർണിംഗ് ദീദി. ബൈ ബൈ. അപ്പം ദീദീനോടൊക്കെ ചായ നൈ ചായ ചാവി റൂം പേ പറയുന്ന വിളിക്കല്ലേ ദീദി. ഓക്കെ, ഇവിടെ നിന്ന് ജസ്റ്റ് നടന്ന് ക്രോസ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല. സമയം 6:50 കേട്ടോ. 6:45 ആകുമ്പോഴത്തേക്കും ചെല്ലാൻ പറഞ്ഞതാണ് എന്നോട്. തണുപ്പം തന്നെ ഇച്ചിരി ലേറ്റായി പോയല്ലോ. നല്ല തണുപ്പുണ്ടേ. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ നല്ല രീതിക്ക് തണുപ്പ് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. മേ ബി ഡാർജിലിംഗിൽ നിന്നൊക്കെ ഇറങ്ങി ആ തണുപ്പത്തൊക്കെ നിന്നിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടായിരിക്കാം. കല്ലിപ്പല്ലി ഇത് അങ്ങ് വരെ കാണണം കേട്ടോ. നേരം പരപരാന്ന് വെളുക്കുന്നേ ഉള്ളൂ. സൂര്യനൊന്നും വന്നിട്ടില്ല. നല്ല ചുവന്ന കളറിൽ പതുക്കെ എന്താ പറയുക, ഈ വെള്ളം കീറുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കീറിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലിറങ്ങാം. കടകളും മറ്റൊക്കെ പതുക്കെ ആക്റ്റീവായി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ ബസ് സ്റ്റാൻഡിൽ പക്ഷേ ആളും ബഹളമൊക്കെ ഉണ്ട്. വണ്ടികൾ വരുന്നു പോകുന്നു. പല ഭാഗത്തു നിന്നും വരുന്ന വണ്ടികളെ ഈ ഒരു സമയത്തൊക്കെയാണ് ഇവിടെ വന്നെത്തുക. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ എപ്പോഴും നല്ല വ്ളോഗേ അതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ എപ്പോഴും. ഇതുകൊണ്ടാ വണ്ടി വരുന്നു കയറുന്നു. ഇത് നമുക്ക് പോകേണ്ട വണ്ടിയാണോ? മുസ്താങ്, വിസിറ്റ് മുസ്താങ്. ഇത് തന്നെ ആയിരിക്കണം. ഇവിടെ എവിടെയും നമ്മുടെ ഭയ്യാജി ഉണ്ടാവില്ല. ഇതാ ഡ്രൈവർ ഭയ്യാജി. ഗുഡ് മോർണിംഗ് ഭയ്യ. റെഡിയാണാ? ഓക്കെ. ഇദ്ദേഹമാണ് നമ്മളുടെ ഡ്രൈവർ ഭയ്യ. ഓടിയിട്ട് കണ്ണി നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ലൈറ്റ് ഒന്നുമല്ല, സാധനങ്ങൾ പതുക്കെ ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ആ ലഗേജൊക്കെ അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. ഹായ്. ചന്ദ്രൻ ഇനിയും പോയിട്ടില്ലേ? അപ്പം നമുക്ക് പോകേണ്ട ബസ് ഇതാണ് കേട്ടോ. മുമ്പൊക്കെ റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. നല്ല ഡേഞ്ചർ വഴിയായിരുന്നത്. നമുക്ക് നോക്കാമല്ലോ ഇപ്പം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഒന്നുമില്ല. അവരവിടെ ബസ്സിൽ ലഗേജ് ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ മറ്റൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇത് എന്താണ് എന്തോ, ഉള്ളിയാണോ അതോ എന്തേത്? ഇതുണ്ടല്ലോ നമ്മളുടെ ഉള്ളിയില്ലേ, ഉള്ളിയുടെ ചെറിയ നടാനുള്ള ഇതാണ് കേട്ടോ. ഉള്ളി ചെറുതായിട്ട് മുളപ്പിച്ചിട്ട് അതിനിപ്പോൾ കൊണ്ടുപോയി ഇവർ കൃഷിയിടത്തിലേക്ക് സപ്ലൈ ചെയ്ത് അവിടെ നിന്ന് നടും. അപ്പോൾ അതിനുള്ള വാങ്ങാനും കൊടുക്കാനൊക്കെയുള്ള ആളുകൾ വന്ന് നിൽക്കുന്നതാണ്. രാവിലെ കൃഷി, ഒരു സ്ഥലത്ത് യാത്ര. നൈസ്. ഗുഡ് മോർണിംഗ്. ആപ് ലോഗ് ബേച്ചനെ കേ ലിയേ ആയേ നാ? എന്തോ അവർ വിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരു പയ്യ ഉണ്ടല്ലോ, ഇത് 2 എണ്ണത്തിലാക്കി, അതായത് തോളിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ മാറ്റുകയും പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ അതുപോലെ ലോഡിങ് നടക്കുന്നുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ നമ്മളുടെ കുറച്ച് അമ്മൂമ്മമാരൊക്കെ ഇവിടെ ഇരുന്ന് ചായയൊക്കെ, നല്ല ചൂട് ചായ എല്ലാം കുടിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളതുണ്ടല്ലോ സൂര്യോദയ കാഴ്ച ഒരു രക്ഷയുമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ മലനിരകൾ അന്നപൂർണ റേഞ്ചസ് ആണ് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ ഏതാണ് വ്യക്തമായി അന്നപൂർണ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും അതിൻ്റെ റേഞ്ചാണ്. അതിലേക്ക് പതുക്കെ സൂര്യ വെളിച്ചം വന്ന് തെളിഞ്ഞു വരുന്നത്. നമുക്ക് ഇവിടെ സൂര്യനെ കണ്ടില്ല, പക്ഷെ മലയുടെ മേലേക്ക് അതിൻ്റെ ലൈറ്റ് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറിൽ കേട്ടോ. ഇതുപോലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളുടെ മുമ്പിൽ കാത്തിരിക്കുന്നത്. ഇതങ്ങ് അവിടെ ഒരു ചെറിയ വേറൊരു മല, അതിൻ്റെ മുകളിലും ഉണ്ട് സൂര്യ വെളിച്ചം. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടത്. ലോകത്തിലെ തന്നെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ്. അവിടെ നമുക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് മുക്തിനാഥാണ് ഈ വണ്ടി ലാസ്റ്റ് വരെ പോകുന്നത്. മുക്തിനാഥ് റൂട്ടിൽ മസ്താങ്ങിലേക്ക് ഓടുന്ന നമ്മളുടെ ബസ് റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയല്ലേ അടുത്തൊരു അഡ്വഞ്ചർ, അത്ഭുത ലോകത്തേക്കുള്ള യാത്രയിലേക്ക്. ഈ ചെറിയൊരു എപ്പിസോഡ് ഉണ്ടല്ലോ, ഞാൻ ഈ ഒരു കുഞ്ഞ് ബസ് സ്റ്റാൻഡിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം കുറച്ച് നീണ്ടുപോയില്ലെങ്കിൽ ഇനിയിപ്പം
അടുത്ത അഡ്വഞ്ചർ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ ബസ്സിലെ യാത്രയുടെ ഇത് നല്ല എന്താ പറയുക പോകുന്ന വഴി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ നമുക്ക് അടുത്ത ദിവസം അടുത്ത പുതിയ എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.